മഹാനായ ഒരു ബുദ്ധ സന്യാസി ഉണ്ടായിരുന്നു. ലോകപ്രശസ്തനായിരുന്നു. അയാളുടെ മൊണസ്ട്രിയിൽ കുറേ ശിഷ്യന്മാർ വസിച്ച് പഠിച്ചിരുന്നു. എന്നാൽ ആ ശിഷ്യന്മാരിൽ ഒരാൾ ചെറിയ മോഷണം നടത്തിയിരുന്നു. അതൊരു വലിയ പ്രശ്നമായി മറ്റുള്ള കുട്ടികൾ കാണുകയും ഗുരുവിൻ്റെ സമക്ഷം ഈ പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തു. അത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടും ഈ ഗുരു ഒരു നടപടി സ്വീകരിക്കുന്നതായി കണ്ടില്ല. അങ്ങനെയിരിക്കെ വീണ്ടും ഈ മോഷണം നടന്നപ്പോൾ മറ്റുള്ള എല്ലാ കുട്ടികളും ചേർന്ന് ഗുരുവിൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. തങ്ങളെല്ലാവരും ഈ മൊണസ്ട്രിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. കാരണം ഒരു കള്ളൻ്റെ കൂടെ ഞങ്ങൾ പഠിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഗുരു സൗമ്യമായി അവരോട് പറഞ്ഞു, എന്നാൽ അങ്ങനെയാവട്ടെ. എന്നിട്ടും ഈ കള്ളനായ കുട്ടിയെ ഉപേക്ഷിക്കുന്നില്ല എന്നതിൻ്റെ കാരണം എന്തെന്ന് മറ്റു കുട്ടികൾ അത്ഭുതപ്പെട്ടു. അവർ തിരിഞ്ഞു നടന്നപ്പോൾ ഗുരു പറഞ്ഞു, പോഴനായ ഇവനെ, ഈ കള്ളനായ ഇവനെ ഞാൻ ഉപേക്ഷിച്ചാൽ ഇവനെ ആരും സ്വീകരിക്കുകയില്ല. നല്ലവരായ നിങ്ങൾ എവിടെ ചെന്നാലും സ്വീകരിക്കപ്പെടും. ദുർബലരായിട്ടുള്ളവരെ സ്വീകരിക്കേണ്ട ബാധ്യതയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അവനെ ഞാനല്ലാതെ മറ്റാരും മനസ്സിലാക്കും. ഗുരുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർ അവരുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയും ഗുരുവിനോട് ക്ഷമ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ മൊണസ്ട്രിയിൽ തന്നെ പഠനം തുടരുകയും ചെയ്തു. ഒരു ശുഭദിനം നേരുന്നു.